ഏവർക്കും മുമ്പുണ്ട് ജാലകത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 18-ാം തീയതി ലിറ്റിൽ കൈറ്റ്സിന്റെ സെലക്ഷന്റെ ഭാഗമായി അഭിരുചി പരീക്ഷ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു മോഡൽ സോഫ്റ്റ്വെയർ ആണിത്. ഈ ഒരു മോഡൽ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് പരീക്ഷ എഴുതുക എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം കാണുന്ന വിൻഡോ ഇൻവിജിലേറ്റർ, അധ്യാപകർ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് തരുന്ന ഒരു വിൻഡോയാണ്. അങ്ങനെ അധ്യാപകർ ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്റ്റർ സ്റ്റുഡൻറ് എന്ന ഭാഗത്താണ് അധ്യാപകർ ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും ഭാഗം അധ്യാപകർ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മീഡിയം ഏതാണ് എന്നുള്ള കൃത്യമായിട്ട് തന്നെ ഉറപ്പുവരുത്തുക. അതിനുശേഷം രജിസ്റ്റർ നമ്പർ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രജിസ്റ്റർ നമ്പറും അതുപോലെ പാസ്വേഡും അത് അധ്യാപകർ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇത് മോഡൽ ആയതുകൊണ്ട് അവിടെ പേര് മോഡൽ കാൻഡിഡേറ്റ് എന്നും ക്ലാസ് 8A എന്നൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പേര് തന്നെ ആയിരിക്കും അവിടെ കാണുക. അപ്പോൾ ഇത് കാര്യങ്ങൾ ക്ലിയർ ആണ്. നിങ്ങളുടെ പേര് കൃത്യമാണ് എങ്കിൽ, പേരും ക്ലാസ്സും ഡിവിഷനും എല്ലാം കൃത്യമാണ് എങ്കിൽ നിങ്ങളിവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചില നിർദ്ദേശങ്ങൾ കാണാം. ഈ നിർദ്ദേശങ്ങളൊന്ന് പരിശോധിക്കാം. 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണം. ചോദ്യങ്ങളെ ഗ്രൂപ്പ് 1 എന്നും ഗ്രൂപ്പ് 2 എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിൽ ഗ്രൂപ്പ് 1 10 ചോദ്യങ്ങളുണ്ട്. അതുപോലെ ഗ്രൂപ്പ് 2നും 10 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും ഒരു സ്കോർ വീതമാണ് ലഭിക്കുന്നത്. പരീക്ഷാ സമയം അരമണിക്കൂറാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം സ്റ്റാർട്ട് എക്സാമിനേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സ്ക്രാച്ച് കോഡുകളിൽ ഏത് പ്രവർത്തിപ്പിച്ചാലാണ് സ്പ്രൈറ്റ് കുറവ് ദൂരം സഞ്ചരിക്കുക? ഇപ്പം നമുക്കിവിടെ കാണാം റിപ്പീറ്റ് എന്ന ഒരു കോഡിൻ്റെ ഉള്ളിലാണ് മൂവ് 20 സ്റ്റെപ്പ്. അതായത് എത്ര സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 × 20 100 സ്റ്റെപ്പാണ് ഇവിടെ സഞ്ചരിക്കുക. ഇവിടെയും 50 × 2 100 സ്റ്റെപ്പാണ്. ഇവിടെയും 100 സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ 30 × 3 90. അപ്പോൾ അല്ലാതെ ആദ്യം തന്നെ ഈ സ്റ്റെപ്പുകളുടെ എണ്ണം നോക്കി ഏറ്റവും കുറവ് 20 ആണെന്നുള്ള ആൻസറിലേക്ക് എത്തിച്ചേരരുത്. ഇതുമായി ഇൻഡ്യൂ ചെയ്യുന്നു, എത്ര റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 90 ആണ്. അപ്പോൾ അങ്ങനെ കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ ഉത്തരങ്ങൾ ക്ലിക്ക് ചെയ്യാവൂ. നമുക്കിവിടെ കാണാം ആൻസർ ഡി ആണ്. അപ്പോൾ ഡിയിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പരിശോധിക്കാം. ചുവടെ നൽകിയ സ്ക്രാച്ച് കോഡുകൾ പ്രവർത്തിക്കുമ്പോൾ ട്രക്ക് ഏത് റോഡിലേക്കാണ് തിരിയുക? ഒന്ന് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, അതിനുശേഷം മൂവ് 50 സ്റ്റെപ്പ്. നമുക്ക് കാണാം ഫ്ലാഗ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ട്രക്ക് 50 സ്റ്റെപ്പ് മൂവോട്ടേക്ക് പോകുന്നു. പിന്നീട് കാണുന്ന ടേൺ ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുന്നു. അതിനുശേഷം മൂവ് 50 സ്റ്റെപ്പ്. ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് വരുന്നു. ഇപ്പോൾ എ എന്ന റോഡിലേക്കാണ് ട്രക്ക് തിരിയുക. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ, റോഡ് എ എന്നുള്ളതാണ്. ഈ ഓപ്ഷൻ എയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. സ്ക്രാച്ചിൽ ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി റിപ്പീറ്റ് ബ്ലോക്ക് ഉപയോഗിക്കാം. ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോഗ് സ്പ്രൈറ്റ് 100 സ്റ്റെപ്പ് മുന്നോട്ട് ചലിക്കണമെങ്കിൽ റിപ്പീറ്റ് ബ്ലോക്കിനകത്ത് നൽകേണ്ട സംഖ്യ എത്രയാണ്? നമുക്കറിയാം 10 സ്റ്റെപ്പ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 10 എന്ന നമ്പർ നൽകുമ്പോഴാണ് 10 × 10 100 എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് എത്തിച്ചേരുക. നാലാമത്തെ ചോദ്യം ഇതാണ്. താഴെ ഇടതുവശത്തുള്ള സ്ക്രാച്ച് കോഡുകൾ നൽകിയപ്പോൾ പൂച്ചക്കുഞ്ഞ് ചലിച്ച പാത നൽകിയിട്ടുണ്ട്. വലതുവശത്തുള്ള കോഡുകളായിരുന്നു നൽകിയതെങ്കിൽ പൂച്ചക്കുഞ്ഞിൻ്റെ ചലനം എങ്ങനെയെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു, മൂവ് 100 സ്റ്റെപ്പ്. അപ്പോൾ അത് മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നു. വെയിറ്റ് 1 സെക്കൻഡ്, അല്പസമയം വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം പോയിന്റ് ഇൻ ഡയറക്ഷൻ 0. നമുക്ക് ഈ 0 എന്നുള്ളത് ഇപ്പോൾ ഇത് തിരിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മുകളിലേക്ക് തിരിയുന്നത് 0, -90 ആണെങ്കിൽ ഇടതുവശത്തേക്ക് തിരിയുന്നു, +90 ആണ് റൈറ്റിലേക്ക് തിരിയുന്നു, 180 ആണെങ്കിൽ താഴേക്ക് തിരിയും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇപ്പോൾ 0 ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ അത് മുകളിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അതിനുശേഷം മൂവ് 100 സ്റ്റെപ്പ്. ഇപ്പം എങ്ങോട്ടേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നു. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ആകെയുള്ളൊരു വ്യത്യാസം 100 എന്നുള്ളത് ഇവിടെ -100 എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ -100 ആയതുകൊണ്ട് സംഭവിക്കുന്നത് മുകളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, പക്ഷേ -100 ആയതുകൊണ്ട് അത് താഴേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ ചലിക്കില്ല എന്നുള്ളതല്ല, മുന്നോട്ട് ചലിക്കും എന്നുള്ളതല്ല, മുന്നോട്ട് ചലിച്ചില്ലെങ്കിൽ താഴോട്ട് ചലിക്കുമെന്നല്ല. ഇവിടെ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. 3 ചിത്രങ്ങൾക്കനുസരിച്ച് 4ാമത്തെ ചിത്രം ഏതാണ് എന്നുള്ളത് ഈ ചിത്രങ്ങളുടെ ആ ഒരു ശ്രേണി പരിശോധിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു 4ാമത്തെ ഓപ്ഷൻ കണ്ടുപിടിക്കേണ്ടത്.
ഈ ശ്രേണിയിൽ പ്രത്യേകം നമുക്ക് നോക്കിക്കാണാം. ആദ്യത്തെ ചിത്രത്തിൽ ചിരിക്കുന്നു, രണ്ടാമത്തേതിൽ കരയുന്നു, വീണ്ടും ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും കരയുന്നത് തന്നെയാണ് വരേണ്ടത്. ഇവിടെ കരയുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ചിത്രങ്ങളുണ്ട്, ബിയും ഉണ്ട് ഡിയും ഉണ്ട്. അപ്പോൾ ഇത് ശ്രേണി ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് കണ്ണിലേക്ക് നോക്കിയാൽ കാണാം ഈ കരയുന്നയാൾക്ക് ഇവിടെ ഒരു പിരികം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അതേ പിരികം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആവർത്തിച്ച് വരുന്നത്. ഓപ്ഷൻ ഡി ശരി ഉത്തരമായിട്ട് കൊടുക്കാം. അടുത്ത ഒരു ചോദ്യത്തിൽ ആ ഒരു ശ്രേണി നമുക്ക് ഇവിടെ നോക്കിക്കളാം. ഈ ഒരു ഗ്യാപ്പ് ഏത് ആൻസറാണ് വരിക എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ ഒരു ലൈൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ വരുന്നതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിലെ എയും ഡിയും മാത്രമാണ് അത്തരത്തിൽ വരുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു ലൈൻ മുകളിലേക്ക് വരുന്നതായിട്ടുള്ളതാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസിങ് ഉള്ളതും മുകളിലേക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നും അടുത്തൊരു ലൈൻ ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് ഇത്തരത്തിൽ ആ ഒരു പ്രത്യേകതയോടുകൂടി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് ശരി ഉത്തരം കൊടുക്കാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാണ്. വിട്ടുപോയ നമ്പർ ഏതാണ് എന്ന് കണ്ടെത്തുക. ഇവിടെ വിട്ടുപോയ നമ്പർ കണ്ടെത്തുന്നതിന് വേണ്ടി ആ ഒരു ശ്രേണിയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ 11ഉം 9ഉം കൂടെ ആഡ് ചെയ്യുന്ന നമ്പറാണ് 20. 9ഉം 10ഉം കൂടെ ചേരുമ്പോൾ 19, 10ഉം 8ഉം കൂടെ ചേർന്ന് വരുന്ന 18. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 20ഉം 19ഉം കൂടി ചേർന്ന് 39, 19, 18, 37. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പറും കൂടെ ചേർന്ന് വരുന്ന ഒരു നമ്പറാണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി 76 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ ചോദ്യം. ഒരു സ്കൂളിലെ വിവിധ കുട്ടികളിൽ പങ്കെടുക്കുന്നവരുടെ ഒരു വെൺചിത്രം അതിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു കളിയിൽ മാത്രം പങ്കെടുക്കുന്ന ആകെ കുട്ടികളുടെയാണ്. നമുക്കറിയാം ഈ വെൻ ഡയഗ്രത്തിൽ ഇപ്പോൾ 4 എന്നത് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ ഈ കളിക്കുന്ന കുട്ടികളാണ് 4 പേര്. 12 എന്ന നമ്പർ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നതാണ്. 10 എന്ന നമ്പർ ഫുട്ബോളും വോളിബോളും കളിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു കളിയിൽ മാത്രം പങ്കെടുക്കുന്ന കുട്ടികൾ ആകെ എണ്ണം നമുക്ക് നോക്കി കാണാം. ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന 20 കുട്ടികളാണ്. മറ്റെല്ലാ കുട്ടികളും മറ്റ് ഗെയിമുകൾ കൂടെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ 20. അതുപോലെ ഫുട്ബോൾ നോക്കുമ്പോൾ 10, വോളിബോൾ കളിക്കുന്ന 15 പേരാണ്, ഹോക്കി കളിക്കുന്ന 30. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 20, 10, 30, 30, 60, 15 അങ്ങനെ ആകെ 75 ശരി ഉത്തരം. ശരി ഉത്തരമായിട്ടുള്ള എ എന്നതിന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരു ശ്രേണി നൽകിയിട്ടുണ്ട്. ആ ശ്രേണി പരിശോധിച്ച് 4ാമത്തെ ചിത്രം ഏതാണ് എന്ന് കണ്ടെത്തണം. ഈ ഒരു ശ്രേണി പരിശോധിച്ചാൽ നമുക്ക് കാണാം 3 ഷേപ്പുകളാണ്. നിറങ്ങൾ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. ഷേപ്പുകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 ഷേപ്പുകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു ഷേപ്പ് അടുത്ത ചിത്രത്തിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ വന്നു. അതേ ഷേപ്പ് അടുത്ത ചിത്രത്തിൽ വന്നപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ 3 ഷേപ്പുകൾ ഉള്ളതുകൊണ്ട് വീണ്ടും അത് ആവർത്തിച്ച് വരുമ്പോൾ ആ ഷേപ്പുകൾ മുകളിൽ തന്നെയാണ് വരിക. അപ്പോൾ 3 ഷേപ്പ് ഉള്ളതുകൊണ്ട് ആവർത്തിച്ച് 4ാമത്തത് വരുന്നത് ആദ്യത്തെ ചിത്രം തന്നെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഓപ്ഷൻ എ തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചിത്രത്തിൽ ഓറഞ്ച് നിറത്തിൽ അടയാളപ്പെടുത്തിയ കളത്തിൽ ഏത് സംഖ്യയാണ്? ഇവിടെ ഏത് സംഖ്യയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. അവിടെ ചില നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 4 വരെയുള്ള സംഖ്യകളായിരിക്കണം. വരിയിലും നിരയിലും സംഖ്യകൾ ആവർത്തിക്കാൻ പാടില്ല. ഒരേ നിറം നൽകി വേർതിരിച്ചിട്ടുള്ള 4 കളങ്ങളിൽ സംഖ്യകൾ ആവർത്തിക്കാനും പാടില്ല. നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2 ആണ് നമ്പർ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു നിരയിലും ഇവിടെയും 2 ഇല്ല. അപ്പോൾ നമുക്കിവിടെ 2 ഉറപ്പിക്കാം. ഇവിടെ 3 ആണ് നൽകുന്നതെങ്കിൽ ഈ ലൈനിലൊന്നും 3 ഇല്ല. അതുപോലെ ഇവിടെയും 3 ഇല്ല. 4 നൽകിയാൽ ഇവിടെയും 4 ഇല്ല, ഇവിടെയും 4 ഇല്ല. ഇവിടെ 1 കൊടുത്താൽ ഇവിടെയും 1 വരില്ല, മുകളിലും 1 വരില്ല. നിങ്ങൾ സുഡോക്കോ കണ്ടിട്ടുണ്ടാവും. സുഡോക്കോ മോഡലിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ 1 ആണ് നമുക്ക് വരേണ്ട ആൻസർ. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഭാഗത്ത് 1 ആണ്. അപ്പോൾ ഇവിടെ 1 എന്നുള്ളത് ഓപ്ഷൻ എ ആണ്. ഇവിടെ ഓപ്ഷൻ എ എന്നുള്ളത് ശരി ഉത്തരം കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഗ്രൂപ്പ് 2-ലുള്ള ചോദ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കുകയാണ്. ചിത്രത്തിൽ കാണുന്നത് പോലുള്ള 2 നിറങ്ങൾ ലയിച്ചു ചേരുന്ന ആകാശം വരയ്ക്കണമെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏത് ടൂളാണ് ക്രിട്ടയിൽ ഉപയോഗിക്കുക? ഇപ്പം നമുക്കറിയാം ഇതെല്ലാം നമ്മളുടെ മുൻ ഭാഗങ്ങളിൽ പഠിച്ചിട്ടുള്ള ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 7-ലൊക്കെ പഠിച്ചിരിക്കുന്ന പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കൃത്യമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഇവിടെ കാണാം ഈ ഒരു ഐക്കണിലേക്ക് നോക്കി 2 നിറങ്ങൾ ചേർക്കുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ ഇവിടെ ആ ഒരു ഐക്കൺ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഗണിതശാസ്ത്ര പഠനത്തിന് സഹായിക്കുന്ന ഏത് സോഫ്റ്റ്വെയറിൻ്റെ ജാലകമാണ് ചിത്രത്തിൽ കാണുന്നത്? ഫ്രാക്ഷൻ മാച്ചർ എന്നുള്ളതാണ്. ഇവിടെ ഫ്രാക്ഷനുകൾ ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നുള്ള ഫ്രാക്ഷൻ മാച്ചറാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ്.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കുകയാണ്. ലിബർ ഓഫീസ് കാൽക്കിൽ തയ്യാറാക്കിയ ഒരു വർക്ക്ഷീറ്റാണ്. ഇവിടെ രേഖപ്പെടുത്തുന്ന സെല്ലിന്റെ അഡ്രസ്സ് നമുക്കിത് കാണാം. ബി എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബിയുടെ നേരെ 3 എന്നുള്ളതാണ്. അപ്പോൾ B3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. B3 നമുക്കിവിടെ കാണാം. ഓപ്ഷൻ ബി ആണ്. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമുക്ക് പരിചിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേര് ഏതാണെന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇത് മാർബിൾ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ തന്നെ ഒന്ന് പരിചയപ്പെടണം. സെലേറിയോ, മാർബിളും, ജിയോഗ്രഫി, വിക്കിമാപ്പിയ. ഇതിലെ ആൻസർ മാർബിൾ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തൊരു ചോദ്യത്തിൽ താഴെ പറഞ്ഞ ഏത് ഉപഗ്രഹ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് ഓൺലൈൻ മാപ്പുകൾ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം GPS സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഓൺലൈൻ മാപ്പുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേറെ പരിചിതമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ ഗൂഗിൾ മീറ്റിന്റെ ഒരു ഐക്കണാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ശരിയായിട്ടുള്ള ഉത്തരം കൊടുക്കാം. ഇനി 7ാമത്തെ ചോദ്യം. കേരളത്തിലെ സ്കൂളുകളിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ? നമുക്ക് കാണാം. ഇൻഷോട്ട് എന്നുള്ളത് ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് നമുക്കറിയാം, അത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്കൊന്നും മാറ്റം വരുത്താനൊന്നും കഴിയില്ല. അതേപോലെ അഡോബ് ഫോട്ടോഷോപ്പും പ്രൊപ്രൈറ്ററി ആണ്. ഇത് 3 നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്നതൊന്നുമല്ല. പക്ഷെ ലിബർ ഓഫീസാണ് നമ്മുടെ ഉബുണ്ടുവിലൊക്കെ കിട്ടുന്നതെല്ലാം തന്നെ ഫ്രീ സോഫ്റ്റ്വെയറുകളാണ്. നമുക്ക് ലിബർ ഓഫീസാണ് ആൻസർ. ഓപ്ഷൻ സി ക്ലിക്ക് ചെയ്യുക. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഉപഭോക്താക്കൾക്ക് വീഡിയോ, ഓഡിയോ, ഗെയിം സേവനങ്ങൾ എന്നിവ ഇന്റർനെറ്റ് വഴി നേരിട്ടെത്തിക്കുന്ന ഡിജിറ്റൽ കണ്ടന്റ് ഡെലിവറി സിസ്റ്റമാണ് OTT. ഇതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഓവർ ദ ടോപ്പ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരു പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ വെബ്സൈറ്റിന്റെ ആകർഷണീയതയല്ല നമ്മൾ നോക്കേണ്ടത്. ആപ്പ് ആവശ്യപ്പെടുന്ന അനുമതികളും റിവ്യൂകളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ ക്ലിക്ക് ചെയ്യുള്ളൂ. അല്ലാതെ വ്യക്തിവിവരങ്ങൾ നൽകരുത്, സൗജന്യമാണെന്ന് ഉറപ്പാക്കരുത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കണം. ഇലക്ട്രോണിക് ആശയവിനിമയത്തിൽ ഒരു ആശയം, വികാരം മുതലായവ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഡിജിറ്റൽ കണ്ടന്റുകൾ നമുക്കറിയാം ഇമോജികളാണ്, തമ്പിടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും പരിശോധിച്ചു. നമുക്കിവിടെ സമയം കാണാം, 5 സെക്കൻഡ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ആ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.